ഹായ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഓപ്ഷൻസ് ട്രേഡിങ്ങിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, പക്ഷേ പ്രാക്ടിക്കലി നമ്മളെങ്ങനെ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ എങ്ങനെ നടത്തും, അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനോളജീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ കൂടി ഞാൻ വരുത്തും. അതായത്, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയുമായിരിക്കും. സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഓപ്ഷൻസിൽ നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കണം ഒരു സ്റ്റോക്ക് പ്രൈസ് ഏതെങ്കിലും, ഇപ്പോൾ ആക്സിസ് ബാങ്ക് എന്ന് വിചാരിക്കാം. ആക്സിസ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 585 സംതിങ് എത്രയൊക്കെയാണ്. അപ്പം ഞാൻ സങ്കല്പിക്കുകയാണ്, ഈ മാസം അവസാനമാകുമ്പോൾ, അതായത് ഇപ്പോൾ ഓഗസ്റ്റ്, ഈ മാസം അവസാനമാകുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഈ 585 ഇന്ന് എന്നുള്ളത് 600 ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഓപ്ഷൻസ് വാങ്ങി, ആക്സിസ് ബാങ്കിൻ്റെ ഓപ്ഷൻസ് വാങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ച പോലെ 600-ൽ കൂടുതലായി. അതായത് 600 എത്തുമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ 600-ൽ കൂടുതൽ പോയി. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് നേട്ടം ഉണ്ടായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത്. അതായത് 600-ൽ കവിഞ്ഞ് പോകുന്ന എത്രയോ അത് മുഴുവൻ നമ്മുടെ ലാഭമാണ്. ഇനി നേരെ മറിച്ച് 600 എത്തിയില്ല, അപ്പോൾ നമുക്ക് നഷ്ടമുണ്ടായി. മനസ്സിലായില്ലേ? ഇതാണ് ഓപ്ഷൻസിനെ കുറിച്ച് ആദ്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുന്ന കാര്യം. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇനി ഒരു സ്റ്റോക്ക് ഇപ്പം എല്ലാ സ്റ്റോക്കുകളും ഓപ്ഷൻസ് ട്രേഡിങ്ങിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ട്, ഓപ്ഷൻസ് ട്രേഡിങ്ങിലുണ്ടെന്ന് എങ്ങനെ അറിയും? അതിന് നമുക്ക് മണി കൺട്രോൾ എന്ന് പറഞ്ഞ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് എക്സാമ്പിളിന് നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഇന്നത്തെ പ്രൈസ്, BSEയിലും NSEയിലുള്ള ഇന്നത്തെ പ്രൈസ് അറിയാൻ പറ്റും. നമുക്ക് പക്ഷേ ഇപ്പോൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഇതിൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിലിപ്പോൾ കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഹെഡിങ് നോക്കി. ഇപ്പോൾ ഇതിൽ കുറേ ഹെഡിങ്ങുകളുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്ന F&O കോട്ട്. F&O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കോട്ട് എന്നാണ്. ഇതിങ്ങനെ ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രേഡിങ്ങിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൽ BSE NSEയോ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഞാൻ NSEയിലാണ് ചെയ്യാറുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ നമ്മൾ ലോട്ട്സ് ഒരു മിനിമം നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വേണ്ടി ഒരു ലോട്ടാണ് നമ്മൾ മിനിമം വാങ്ങേണ്ടത് അല്ലെങ്കിൽ വിൽക്കേണ്ടത്. ഒരു ലോട്ടിൽ, ഇപ്പോൾ ഈ ആക്സിസ് ബാങ്കിൻ്റെ കാര്യത്തിൽ ഒരു ലോട്ടിൽ 1200 ഷെയർസ് ഉണ്ട് എന്നാണ് അർത്ഥം. സാധാരണ നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ 1200 ഷെയർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ക്യാഷ് മാർക്കറ്റ്, ഓപ്ഷൻസ് ട്രേഡിംഗ് അല്ല, ക്യാഷ് മാർക്കറ്റിൽ നമ്മൾ എന്താണെന്ന് വിചാരിക്കുക, 1200 ഷെയർ വാങ്ങണമെങ്കിൽ 1200 ഇൻറ്റു അപ്പോഴത്തെ പ്രൈസ് 589 എന്നുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ അത്ര ആവശ്യമില്ല. ആ ഡീറ്റെയിൽസിലേക്ക് ഇനി പോകാം. ഇനി ഇവിടെ ഈ ലിങ്ക് കാണാം, ഓപ്ഷൻസ് ചെയിൻ എന്ന് പറയുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേറൊരു പേജ് ഓപ്പൺ ആയി വരും.
ഈ പേജ് ഇതിനെയാണ് ഓപ്ഷൻസ് ചെയിൻ എന്ന് പറയുന്നത്, നേരത്തെ കണ്ടു. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ആക്സിസ് ബാങ്ക് 25 ഓഗസ്റ്റ് എന്നുള്ളത്. 25 ഓഗസ്റ്റ് എന്നുള്ളത് എന്താണ്? അതായത് ഈ ഓപ്ഷൻസ് ഓപ്ഷൻസിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ല ഓഗസ്റ്റ് അവസാനം കൊണ്ട് 600 ആവുമെന്ന് ഞാൻ പറഞ്ഞു. മേ ബി 600 ആവുമെങ്കിൽ എന്ന് ഞാൻ ഊഹിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അതിനു വേണ്ടി നമുക്കൊരു കോൺട്രാക്റ്റ് എന്ന് പറയാം. അതായത് ഈ മാസം അവസാനത്തോടു കൂടി എന്നുള്ളത് നമുക്കൊരു കോൺട്രാക്റ്റ് ആയിട്ട് പറയാം. അതായത് ഇതിൽ 25 എന്നുള്ളത് ഈ ഓപ്ഷൻസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വ്യാഴാഴ്ചയാണ്. അതായത് ഓപ്ഷൻസിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് ഓരോ മാസത്തിലും അവസാനത്തെ വ്യാഴാഴ്ചയാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 25-ാം തീയതിയാണ് ഈ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച. അന്നാണ് ഓപ്ഷൻസ് കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 600 എന്നുള്ള പ്രൈസ് 25-ാം തീയതി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആയെങ്കിലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് അറ്റ് എ ടൈം ഇപ്പോൾ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 3 മാസത്തേക്കുള്ള കോൺട്രാക്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത് ഈ മാസം തന്നെ, അതായത് ഓഗസ്റ്റ് മാസം അവസാനത്തെ വ്യാഴാഴ്ച വരെയുള്ള സമയം, അതല്ലെങ്കിൽ സെപ്റ്റംബർ 29-ാം തീയതി. സെപ്റ്റംബർ 29-ാം തീയതി പറയാൻ, സെപ്റ്റംബർ 29-ാം തീയതിയാണ് ആ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച. അതുപോലെ ഒക്ടോബർ, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആക്സിസ് ബാങ്കിൻ്റെ കാര്യത്തിൽ 25 ഓഗസ്റ്റ്, 29 സെപ്റ്റംബർ, 27 ഒക്ടോബർ. ഈ 3 മാസത്തേക്കുള്ള ട്രേഡിങ് നമുക്ക് ചെയ്യാം. അതിൽ ഈ മാസത്തെ ടേബിളാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാതിരുന്നാൽ മാത്രം മതി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇനിയും പറയാനുണ്ട്. നമ്മളിതിൽ കോൾ ഓപ്ഷൻസ് എന്ന് പറയും, പുട്ട് ഓപ്ഷൻസ് എന്ന് പറയും. ഇനി പറയാം, കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 600 ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള 590 ഓർ 589 സെയിം ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ള 590 എന്നുള്ളത് 600 ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കൂടും എന്ന് ഊഹിച്ചുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ലോട്ട് ഇനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 600 അല്ല, നേരത്തെ ഞാൻ 590 ആണ് 600 ആവാൻ പറഞ്ഞത്. അതിന് പകരം 590 എന്നുള്ളത് ഞാൻ 570 ആവുമെന്ന് വിചാരിച്ചിട്ട് ഓപ്ഷൻസ് വാങ്ങുന്നതിന് പുട്ട് ഓപ്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ വാങ്ങാമെന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 600 എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ആണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്. ഇതുപോലെ പല സ്ട്രൈക്ക് പ്രൈസുകൾ ഉണ്ടാവും. 600, 610, 620 എന്നിങ്ങനെ. ഇതിന് ഓരോന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിൻ്റെ പ്രീമിയം എന്നുള്ളൊരു പുതിയ വാക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഓരോന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ പ്രീമിയം മാറിക്കൊണ്ടിരിക്കും. അത് ഈ പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഈ പ്രീമിയവും മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിനോട് അടുത്ത് നിൽക്കുന്ന സമയത്തിനോട് കൂടുതൽ, അതിന് താഴേക്ക്, കോൾ ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ അതിന് താഴേക്ക് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും, പുറത്തേക്ക് വരുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന് നേരെ തിരിച്ചാണ് പുട്ട് ഓപ്ഷൻ്റെ കാര്യം. അതായത് പുട്ട് ഓപ്ഷൻ്റെ കേസിൽ പ്രൈസ് കൂടുന്തോറും, അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്തോറും പ്രീമിയത്തിൻ്റെ പൈസ, അതായത് ഇവിടുത്തെ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഓപ്ഷൻസിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ വെച്ചുള്ള ഒരു ട്രേഡിങ് എങ്ങനെ നടത്താമെന്ന് നമുക്ക് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ 600 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള, അതായത് 600 ആവും എന്ന് ഊഹിച്ച് നമ്മൾ വാങ്ങാൻ പോവാണ്. 600 സ്ട്രൈക്ക് പ്രൈസ് ഉള്ളതിൻ്റെ കറസ്പോണ്ടിങ് പ്രീമിയം നോക്കുക. ഇവിടെ 5 രൂപ 15 പൈസയാണ്. അപ്പോൾ 600 സ്ട്രൈക്ക് പ്രൈസിന് നമ്മൾക്ക് മിനിമം നമുക്ക് ഒരു ലോട്ട് വാങ്ങിക്കണം. അതായത് 600 സ്ട്രൈക്ക് പ്രൈസ് എത്തുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ലോട്ട് വാങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോട്ട് സൈസ് നമ്മൾ 1200 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, അപ്പോൾ 600 സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഒരു ലോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപ 15 പൈസ ഇൻറ്റു 1200. ഈ പ്രീമിയം എന്ന് പറയുന്നത് ഒരു ഷെയറിനുള്ള പ്രീമിയമാണ്. അപ്പോൾ നമുക്ക് 1200 ഷെയർ വാങ്ങണമെങ്കിൽ, അതായത് ഒരു ലോട്ടിലുള്ള 1200 ഷെയർ വാങ്ങണമെങ്കിൽ 5 രൂപ 15 പൈസ ഇൻറ്റു 1200 എന്നുള്ള എമൗണ്ട് കൊടുക്കേണ്ട വരും ഒരു ലോട്ട് വാങ്ങാൻ. പുട്ട് ഓപ്ഷൻ്റെ ഈ കേസിലുള്ള ഒരു ലോട്ട് വാങ്ങാൻ. ഓക്കെ, അതായത് 1200 ഇൻറ്റു 5.15 ഇത്രയും പൈസ കൊടുക്കണം ഒരു പുട്ട്, ഈ കേസിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ വാങ്ങാൻ. പുട്ട് നേരത്തെ പറഞ്ഞെങ്കിൽ തെറ്റിപ്പോയി. കോൾ ഓപ്ഷൻ വാങ്ങാനായിട്ട്. ഓക്കെ, ഇത് കൊടുത്ത് നമ്മൾ വാങ്ങി. ഇനി ആഗസ്റ്റ് 25-ാം തീയതി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 600 കൂടി പോയാലാണല്ലോ നമുക്ക് ലാഭം കിട്ടുക. അപ്പോൾ നേരത്തെ ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് 600 എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ കൊടുത്ത പ്രീമിയം ഉണ്ടല്ലോ 5.15. 600ൻ്റെ കൂടെ 600 പ്ലസ് 5.15 605.15 സ്റ്റോക്ക് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലാഭം കിട്ടിത്തുടങ്ങുക. നേരത്തെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും ഇങ്ങനെയാണ് പ്രാക്ടിക്കലി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 25-ാം തീയതി ക്ലോസ് ചെയ്യുന്ന സമയത്ത് 606.15, അതായത് ഇതിൻ്റെ 1 രൂപ കൂടുതലുള്ള എമൗണ്ടിനാണ് ക്ലോസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ 1 രൂപ വ്യത്യാസം, അതായത് 606.15 നമുക്ക്. ഞാൻ എക്സൽ എടുത്ത് കാണിച്ചത്. അതായത് 605.15 നമുക്ക് നമ്മുടെ 605.15 കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ലാഭം 606 അല്ലെങ്കിൽ വേണ്ട 608.15 ആണ് പ്രൈസ് എത്തിയത് 25-ാം തീയതി, ആഗസ്റ്റ് 25-ാം തീയതി ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 608 മൈനസ് ഇത് 605, മനസ്സിലായല്ലോ? 3 രൂപ. ഇനിയുള്ള ലാഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോട്ട് സൈസ് അറിയാലോ 1200. അപ്പോൾ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഇൻറ്റു 1200, അതായത് 3600 രൂപയാണ് നമ്മുടെ ലാഭം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇത് ലാഭം കിട്ടുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ 605.15 അവിടെ എത്തിയില്ല, 600 അല്ലെങ്കിൽ ചുമ്മാ 599 ആയുള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. 605.15 താഴെ എത്ര തന്നെയായാലും നമ്മൾ നേരത്തെ കൊടുത്ത എമൗണ്ട് ഉണ്ടല്ലോ, അതായത് 5.15 ഇൻറ്റു 1200 എന്നുള്ള പൈസ 6250, അത് ഫുൾ പോയി കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ്, അതായത് ലാഭവും നല്ല ലാഭം ഉണ്ടായിരിക്കും, നഷ്ടവും നല്ല നഷ്ടമായിരിക്കും. റിസ്ക് കൂടുതലുണ്ട് മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ ലാഭത്തിൻ്റെ കേസ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഈ 608 ഇത് എത്ര കൂടുന്നു പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് എന്താ പറയുക 608 അല്ലേ, ഇപ്പോൾ ഒരു 630 വിചാരിക്കും. അപ്പം ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി 29,820 നമ്മുടെ ലാഭം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത
6280. അപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ ബൈ ഇത് 483% നമുക്ക് ലാഭം കിട്ടുന്നത്. ഓക്കെ, കോൾ ഓപ്ഷൻ്റെ കേസ് നമ്മൾ സംസാരിച്ച് തീർന്നു. ഇനി പുട്ട് ഓപ്ഷനെ കുറിച്ച് ജസ്റ്റ് പറയാം. ഇത് പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ പോലെ തന്നെയാണ്, പക്ഷെ നേരെ തിരിച്ചാണെന്ന് മാത്രം. അതായത് നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് കൂടുമെന്ന് ഊഹിച്ചുകൊണ്ടുള്ള ട്രേഡിംഗ് ആണ്. ഇനി പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറയുമെന്ന് ഊഹിച്ചുകൊണ്ടുള്ള ട്രേഡിംഗ് ആണ്. അതായത് നമ്മൾ നേരത്തെ കോൾ ഓപ്ഷനിൽ ഒരു പ്രീമിയം പറഞ്ഞ പോലെ ഇവിടെയും ഓരോ സ്ട്രൈക്ക് പ്രൈസിനും പ്രീമിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സങ്കല്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 580 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസ് എത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് പ്രീമിയം 4 രൂപ 70 പൈസ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 രൂപ 70 പൈസയ്ക്ക് വാങ്ങണമെങ്കിൽ, ഈ സ്ട്രൈക്ക് വാങ്ങണമെങ്കിൽ 4 രൂപ 70 പൈസ ഇൻറ്റു 1200 ആണ്. 4 രൂപ 70 പൈസ ഇൻറ്റു 1200, അതായത് 5640. ഓക്കെ, മറ്റേ പോലെ തന്നെ. ഓക്കെ, ഇനി ലാഭം ഉണ്ടാവുക എന്ന് പറയുന്നത് 25-ാം തീയതി ക്ലോസ് ചെയ്യുന്ന സമയത്ത് 580-നേക്കാൾ താഴെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നേരത്തെ കൂടുതൽ 605-നേക്കാളും കൂടിക്കഴിഞ്ഞാലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ കാൽക്കുലേഷൻ വരുന്നത്, ഇപ്പം ഞാൻ 580-ൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആണല്ലോ. 580 മൈനസ് 4.7, ഈ 4.7. ഓക്കെ, 575.3-നേക്കാളും താഴെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ലാഭം കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 570 ആണെന്ന് വിചാരിക്കും. 570 അത് ക്ലോസ് ചെയ്യുമ്പോഴുള്ള പ്രൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇത്രയാണ് ഡിഫറൻസ്. ഇത് ഇൻറ്റു 1200, ഇതായിരിക്കും നമ്മുടെ ലാഭം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഷ്ടം സംഭവിക്കുന്നത് 575.3-നേക്കാൾ എത്ര കൂടുതലാണെങ്കിലും നമുക്ക് ഈ എമൗണ്ട്, അതായത് 4.7 കൊടുത്തല്ലോ, അത് നഷ്ടമായിരിക്കും. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. കോൾ ഓപ്ഷൻ വാങ്ങുന്ന കാര്യം അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് ചെയ്യാം. അതായത് കോൾ ഓപ്ഷൻ ആദ്യമേ വിൽക്കാം, ഒന്നും കയ്യിലില്ലാതെ തന്നെ അതിനെ ഷോർട്ട് ചെയ്യാന്ന് പറയും. കോൾ ഓപ്ഷൻ വാങ്ങുന്നതിനെ ലോങ് പൊസിഷൻ എന്നും കോൾ ഓപ്ഷൻ വിൽക്കുന്നതിനെ ഷോർട്ട് എന്നും പറയാം. അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതിനെ ഷോർട്ട് എന്ന് പറയാം, പുട്ട് ഓപ്ഷൻ വിൽക്കുന്നതിനെ ലോങ് എന്നും പറയാം. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ കൂടുതൽ കോംപ്ലക്സ് ആക്കുന്നില്ല. ഇത്രയും പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായി കാണും. ഓക്കെ, ഇനി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇപ്പോൾ ഓരോ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഈ സ്റ്റോക്ക് ഇതിൽ പറയുന്ന ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലാതെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അങ്ങനെയുള്ള ഇൻഡെക്സിൻ്റെ മുകളിൽ നമുക്ക് ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 1-2 കാര്യങ്ങളും കൂടി നമുക്ക് പറയാം. ഇതിൽ ഈ LTP എന്നുള്ളത് നമ്മൾ പ്രീമിയം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത്രയും സ്ട്രൈക്ക് പ്രൈസ്, ഇത്രയും ഈ പർട്ടിക്കുലർ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ താഴെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു, അതായത് 600-ൻ്റെ സ്ട്രൈക്ക് പ്രൈസിൽ ഇത്രയും ഓപ്പൺ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്, ഇത്രയും റിക്വസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഈ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ആൻസേഴ്സ് കിട്ടും. ഞാൻ ആൾക്കാർക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അതായത് സ്ട്രൈക്ക് പ്രൈസ് എത്തി അല്ലെങ്കിൽ അത് കൂടുതൽ പോയി എന്ന് പറയും. ഇനി ലാഭം ഉണ്ടാക്കാവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ 600 രൂപ കോൾ ഓപ്ഷൻ വാങ്ങി 600 രൂപയിൽ കൂടുതൽ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 590 ഞാൻ ഈ പ്രീമിയം, നേരത്തെ ഞാൻ അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു, ഈ പ്രീമിയത്തിൻ്റെ ആ പ്രീമിയം പ്രൈസ് എന്നുള്ളത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ പ്രൈസ് ഒരു 595 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കുറച്ചും കൂടി കൂടും. വേണ്ടില്ലേ? ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 7 രൂപയോ മറ്റോ ആവും. അപ്പോൾ നമ്മൾ 5 രൂപ 15 പൈസയ്ക്ക് വാങ്ങിയ സംഭവം 595 ആവുന്ന സമയത്ത് ചിലപ്പോൾ 6 7 ആവാം. അപ്പം ആ ഒരു ഡിഫറൻസും ഉണ്ട്. അതായത് നമുക്ക് ഈ വാങ്ങിയ കോൾ ഓപ്ഷൻ ഇതിൻ്റെ പൈസ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അപ്പം തന്നെ വിൽക്കും ചെയ്യാം. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ 5.15 എന്നുള്ളത് മേ ബി 595 ആകുമ്പോൾ ഒരു 6.15 ആയി എന്ന് വിചാരിക്കുക, 1 രൂപ കൂടി. അപ്പോൾ തന്നെ നമുക്കത് വിൽക്കാം. അപ്പോൾ 1 രൂപ ആ ഡിഫറൻസ്, അതായത് 1 രൂപ × 1200 നമുക്ക് ലാഭമായിട്ട് കിട്ടും. ഈ സ്ട്രൈക്ക് പ്രൈസ് ആവാൻ വെയിറ്റ് ചെയ്യണമെന്ന് തന്നെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഈ സ്ട്രൈക്ക് പ്രൈസ്, ഈ ഒരു കളർ ഡിഫറൻസ് കണ്ടില്ലേ? ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ. ഈ കോൾ ഓപ്ഷൻ്റെ കേസിൽ ഈ ഏരിയനെ നമ്മൾ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. ഈ ഏരിയനെ ഇൻ ദ മണി എന്ന് പറയും. കറണ്ട് പ്രൈസിന് അഗേൻസ്റ്റ് ഉള്ള ഏരിയനെ അറ്റ് ദ മണി എന്ന് പറയും. ഇത് തന്നെ ഇപ്പുറത്തും അപ്ലിക്കബിൾ ആണ്. അതായത് ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, അറ്റ് ദ മണി. ഓക്കെ, ഈ വീഡിയോ, ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക.